ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ലൈംഗികതയെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും നല്ല രീതിയിൽ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാൽ മറ്റാരെയും അത് ബാധിക്കാത്ത രീതിയിൽ നല്ല നല്ല ഫാൻറ്റസികൾ കണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഫാൻറ്റസികളെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്ന വീഡിയോ ആണ്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു യുവാവ് 2 യുവതികളെ ഒരേ സമയത്ത് സ്വർഗം കാണിച്ച കഥയാണ്. എന്നുവെച്ചാൽ കുറേ നാളുകളായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ട്. 3 പേരും നല്ല സുഹൃത്തുക്കളാണ്. ഈ യുവതികളെ സംബന്ധിച്ച് 30 വയസ്സിനടുത്തുള്ളവരാണ്. അത് തന്നെയല്ല, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്, സ്വന്തം വികാര വിചാരങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരുടെ 3 പേരുടെയും ഇതിനകത്തുള്ള എനർജി ലെവൽ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി 3 പേര് ഒന്നിച്ച് തീരുമാനമെടുത്തൊരു സാഹചര്യം ഒരുക്കി. അപ്പോൾ ഈ യുവതികളെ സംബന്ധിച്ച് സമ്പന്നത മാത്രമല്ല, നല്ല പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം സൂക്ഷിക്കാനും മനസ്സിൻ്റെ സന്തോഷം നിലനിർത്താനും ബോറടി മാറാനും ഒക്കെ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ലൈഫിൽ. ആക്ച്വലി ഈ യുവതികൾ തമ്മിൽ കുറേ നാളായിട്ട് കൂട്ടുകാരാണ്. അവരുടെ ഇടയിലേക്കാണ് പിന്നെ ഈ യുവാവ് പിന്നെ വരുന്നത്. അപ്പോൾ 2 പേരും നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്ത് ശരീരത്തിൻ്റെ ഷേപ്പൊക്കെ നല്ലോണം സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും മാറിടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചില ആൾക്കാരെ നിങ്ങളങ്ങനെ കണ്ടിട്ടില്ലേ? ഒന്ന് നോക്കിയാൽ പിന്നെ നോക്കി ആസ്വദിക്കാൻ തോന്നുവരെ. ആക്ച്വലി ഈ നല്ല ലൈംഗികത പോസിറ്റീവാണെന്ന് ഞാൻ എപ്പോഴും പറയാൻ കാരണം അതിന് ആരോഗ്യവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം നല്ല ലൈംഗികത എപ്പോഴും പോസിറ്റീവാണ്, ആകർഷണമാണ്, സുന്ദരമാണ്. സുന്ദരമായത് എപ്പോഴും ആകർഷണമുണ്ടാക്കും, എല്ലാവരിലും ആകർഷണമുണ്ടാക്കും. എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ലൈംഗികതയെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത മേഖലയാണ്. അവരെ സംബന്ധിച്ച് അതൊരു ഭയമാണ്. അപ്പം അത് മറച്ചു വെക്കാനായിട്ട് അവർ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. എന്നാൽ നല്ല ലൈംഗികതയിൽ ആരും ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അനാവശ്യമായിട്ട് ആരെയും ആശ്രയിക്കുന്നുമില്ല. അപ്പോൾ ഈ 2 യുവതികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും, തുറന്ന് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവരൊരു വീഡിയോ കണ്ടു. 2-3 പേരുമായിട്ടൊക്കെ ചെയ്യുന്നൊരു വീഡിയോ കണ്ടു. അവർക്ക് കുറച്ച് ആകർഷണമായിട്ട് തോന്നി, രസകരമായിട്ട് തോന്നി. അങ്ങനെ അവരുടെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്, വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഈ 2 പേരും ഇടയ്ക്കൊക്കെ ഓരോ ലൈനൊക്കെ പിടിക്കാറുണ്ട്, സാഹചര്യം കിട്ടിയാൽ ബന്ധപ്പെടാറുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ത്രീസം ചെയ്യണമെന്നും വല്ലാത്ത ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തും 2 യുവതികൾ ഒരാളുമായിട്ട് ചെയ്യുന്നതാണ്. ആക്ച്വലി 2 പേർക്കും ഇത് ഇഷ്ടപ്പെട്ടു. 2 പേരും കൂടുതലായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു. ഈ ഒരേ ആഗ്രഹമുള്ള 2 മൈൻഡ് ഒന്നിക്കുമ്പം അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിലെ നായകനും ഇവരുടെ ഫ്രണ്ട് ഒരാളുണ്ടല്ലോ, ഈ പുള്ളിക്കാരനുമായിട്ട് ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. പിന്നെ ഇവർ 2 പേരും ഇവനെ മോഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ യുവാവുമായിട്ടുള്ള ചാറ്റിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ വീഡിയോ ഇവൻ അയച്ചു കൊടുത്തു. എന്നിട്ടൊരു മെസ്സേജ് വിട്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയാൻ. അപ്പോൾ ഇത് കണ്ടപ്പം അവൻ്റെ മനസ്സിന് ലഡു പൊട്ടി, വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അവനും അത് വളരെ രസകരമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ റിപ്ലൈ ചെയ്തു. അങ്ങനെ അവർ 3 പേരും കൂടെ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 3 പേരും കൂടി ഇത് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അവനെ സംബന്ധിച്ച് ഒരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഇവർ 2 പേരും ആരോഗ്യവതികളാണ്, ഒരു പ്രത്യേക സൗന്ദര്യമുള്ളവരാണ്. അപ്പം ഇവനെ സംബന്ധിച്ച് 2 പേരെ ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇതിനകത്തൊരു പ്രത്യേക രീതിയിൽ ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫോർപ്ലേ ചെയ്യുന്ന സമയത്ത് അവൻ്റെ സുഖത്തിനേക്കാൾ കൂടുതൽ അവരെ നല്ല മൂഡാക്കി എടുക്കുന്നതിനകത്ത് കോൺഷ്യസായിട്ട് അവൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ വികാര കേന്ദ്രങ്ങളിൽ കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചു. ആക്ച്വലി 3 പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടല്ലോ. ഇവിടെ അതാ സംഭവിച്ചത്. ആക്ച്വലി ഇവൻ കുറേ ദൂരം ഡ്രൈവ് ചെയ്താൽ വന്നേ, അതുകൊണ്ട് നല്ല ദാഹമുണ്ടായിരുന്നു. ആ സമയത്ത് അവർ 2 പേരും കരിക്കുകൾ പുറത്തെടുത്തു. ആ വലിയ കരിക്കുകൾ കണ്ടപ്പോൾ അവന് സന്തോഷമായി. അവർ 2 പേരും മാറി മാറി അവനെ കൊണ്ട് കരിക്ക് കുടിപ്പിച്ചു. അപ്പോൾ ഈ കരിക്ക് വെറുതെ അങ്ങ് കൊടുത്തതല്ല, അതിനകത്ത് തേൻ ഒഴിച്ചിട്ടാണ് കൊടുത്തത്. ശരിക്കും ഓരോ കരിക്കിനും ഓരോ ടേസ്റ്റായിട്ട് അവന് തോന്നിയത്.
അങ്ങനെ ഈ കരിക്കും തേനും ഒക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഇവന് നല്ല ഉന്മേഷമായി, ക്ഷീണമെല്ലാം മാറി. അവൻ മാത്രമല്ല, അവരും നന്നായിട്ട് കുടിച്ചു. നല്ല വലിപ്പമുള്ള കരിക്കുകളായതുകൊണ്ട് എല്ലാവർക്കും വയറ് നിറച്ച് കുടിക്കാൻ പറ്റി. അങ്ങനെ തേനൊഴിച്ച് കരിക്കൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ദാഹമൊക്കെ മാറി. പക്ഷേ നല്ല വിശക്കുമ്പോൾ എന്തെങ്കിലും തിന്നണമല്ലോ. അപ്പോൾ അവന് കൊടുക്കാനായിട്ട് നല്ല തേൻ വരിക്കയുടെ ചുള അവരിങ്ങനെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ വരിക്കച്ചക്ക അവന് വലിയ ഇഷ്ടമായിരുന്നു. ചുളയൊക്കെ പൊളിച്ച് കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് തിന്നപ്പം അവരിത് ശരിക്കും ആസ്വദിച്ചു. ആക്ച്വലി തിന്ന് 3 പേര് മത്ത് പിടിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അടി തുടങ്ങിയത്. അതുപോലെ ഈ കരിക്കും തേനും ചക്കച്ചുളയൊക്കെ തിന്നുകൊണ്ടാന്ന് തോന്നുന്നു അടിക്കാൻ നല്ല ഊർജ്ജമായിരുന്നു. അപ്പോൾ ഈ സമയം കൂടുതലെടുത്ത് ചെയ്യേണ്ട സാഹചര്യത്തിൽ സ്വന്തം സുഖം പുരുഷനധികം നോക്കാതിരിക്കുന്നതാണ് നല്ലത് തുടക്കത്തിൽ. അതുപോലെ ഈ സമയത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിനകത്ത് പുരുഷൻ ഒരുപാട് ശ്രദ്ധിക്കണം. അതുപോലെ അടിക്കുന്ന സമയത്ത് മനസ്സിനെ മറ്റെവിടെയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ലൈംഗികതയായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലിങ്ങനെ സങ്കല്പിക്കണം. എന്തെങ്കിലും കണക്കുകൾ കൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം നമ്മളൊരു വീഡിയോ കാണുമ്പം എഡിറ്റ് ചെയ്തുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് അതിനകത്ത് കാണുന്നത്, പ്രത്യേകിച്ചും ടൈമിങ് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ വരുന്നതും അത് കാണുന്നതുമായിട്ടുള്ള എഫക്റ്റ് രണ്ടായിരിക്കും. ആക്ച്വലി 3 പേര് ചേർന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിമുലേറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ കളിക്കുന്നതും കളി കാണുന്നതും. ഇപ്പോൾ ഓരോ കളി എടുത്താലും അതിന് ഓരോ നിയമങ്ങളുണ്ട്, ഓരോ രീതികളുണ്ട്. അതിവിടെ അഡോപ്റ്റ് ചെയ്യാം. ആക്ച്വലി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ കാട്ടിൽ നിന്നും പാലാഴി ഒഴുകി വരുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സംതൃപ്തിയുണ്ട്. ആക്ച്വലി നല്ലൊരു ലൈംഗികത ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. പ്രത്യേകിച്ചും പുരുഷന്മാരാണെങ്കിൽ അവരുടെ ബോഡിയുടെ ഫിറ്റ്നസ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശരീരം വഴങ്ങണം, എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റൂ. അതുപോലെ മനസ്സും അങ്ങനെ തന്നെയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം ഈ സമയത്ത്. അത് ഈ സമയത്ത് തന്നെയല്ല, പൊതുവേ അങ്ങനെ ആയിരിക്കണം. അതുപോലെ ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നല്ല ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ അർഹതപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുന്നതിനകത്ത് ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നവർ. ഇപ്പോൾ എന്തായാലും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാൻ വേണം. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജീവിതം ആസ്വദിക്കുന്നത്. ഇപ്പോൾ ഈ യുവതികളെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചപ്പം അവർക്ക് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളൊരു സർക്കംസ്റ്റാൻസസ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ ആകണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റണമെന്നുമില്ല. ചിലർക്ക് ഇത് ഇഷ്ടമല്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയോടാണ് ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെയുള്ളൊരു രീതിയോടെ ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ മനസ്സിനകത്തെ ഫാൻറ്റസി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഒന്ന് കളർഫുള്ളാക്കാനും ഞാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഒരാൾക്ക് സ്റ്റിമുലേഷൻ കിട്ടുന്ന രീതിയല്ല വേറൊരാൾക്ക് സ്റ്റിമുലേഷൻ കിട്ടുന്നത്. എന്ന് കരുതി വ്യത്യസ്തമായ അഭിരുചികളെ നമുക്കറിയേണ്ടതായിട്ടുണ്ട്. അപ്പം കുറച്ച് വിശാലമായ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ലൈംഗികതയെ ആസ്വദിക്കാൻ പറ്റൂ. ചിലവരെ സംബന്ധിച്ച് ഫാമിലിക്ക് വേണ്ടി മാത്രമാണ് ലൈംഗികത. എന്നാൽ ചിലവരെ സംബന്ധിച്ച് ഒരു ആസ്വാദന മേഖലയാണിത്. എന്നാൽ കുറച്ച് പേരെ സംബന്ധിച്ച് അത് മറ്റെന്തൊക്കെയാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.